എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഗുഡ് ബൈ. നമസ്കാരം, കുട്ടികൾക്കും സൂപ്പർ സാറാണ്. നമ്മളിന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടി മാത്തമാറ്റിക്സിന്റെ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ചെയ്തിരുന്നു, 10 ദിവസത്തിന് മുമ്പായിരുന്നു. ഇന്ന് നമ്മൾ അതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതേപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫുൾ കിട്ടി അടുത്ത വർഷം നമുക്ക് ഫുൾ മാർക്കും അതുപോലെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു പോകാനുള്ള രീതിക്കുള്ള ക്ലാസ് കിട്ടും. താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഈ പ്ലസ് ടുവിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. നമ്മൾ എത്ര മുമ്പ് പഠിച്ച ക്ലാസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഫുൾ മാർക്കുകൾ പല വർഷങ്ങളിലും പല ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല നമുക്കിപ്പോ വേണ്ടത്. നമുക്ക് പ്ലസ് ടുവിന് നിങ്ങൾ എന്തുമാത്രം മാർക്ക് കിട്ടുന്നോ അതാണ് നമുക്ക് അടുത്ത വർഷങ്ങളിലും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എത്ര പണിപ്പെട്ടാണെങ്കിലും അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് ഈ വർഷം വാങ്ങിച്ചോണം. ഇല്ലെങ്കിൽ അതൊരു പണിയായിട്ട് പിന്നീട് മാറും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് മെട്രിസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ക്ലാസ്. ആദ്യം നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എന്താണ് മെട്രിക്സ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞിരുന്നു. എന്നാലും ഡെഫിനിഷൻ കേട്ടോ. വാട്ട് ഈസ് മെൻ ബൈ മെട്രിക്സ്? Matrix is a rectangular array of numbers arranged in rows and columns. Array, A-R-R-A-Y. Array എന്ന് പറഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ബോക്സിനെ വിളിക്കുന്ന പേരാണ് എന്താ? അറേ. ഈ അറേയുടെ മീനിങ് നിങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെ കേട്ടുണ്ടായിരിക്കില്ലയോ? ഒരു റെക്ടാങ്കുലർ ബോക്സ് കണ്ടില്ലേ പോലെ, ഇത്രയേ ഉള്ളൂ. ഇതിനുള്ളിൽ നമ്പേഴ്സുകൾ ഇങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്ന ഒരു പ്രോസസ്സാണ് മെട്രിക്സ്. ഇന്ന് നമ്മൾ അതിന്റെ രണ്ടാമത്തെ അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് മെട്രിസസ് ആണ് പഠിക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ ടൈപ്സ്? ടൈപ്സ് എന്ന് പറഞ്ഞാൽ പല രീതിയിൽ കൂടെ നമുക്ക് മെട്രിക്സുകളെ വിളിക്കാം. ഒന്നുകിൽ അതിന്റെ റോയും കോളവും വെച്ചുകൊണ്ടുള്ളത്, ഇല്ലെങ്കിൽ നമ്പറുകൾ, അതിന്റെ എലമെന്റ്സുകൾ, ഈ മെമ്പേഴ്സുകളുടെ പ്രത്യേകതയ്ക്കനുസരിച്ച് പല പേരുകളിൽ അറിയപ്പെടും. അവരെ നമുക്കൊന്ന് നന്നായിട്ട് പഠിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. അപ്പൊ നമ്മൾ ഒന്നാമത് പഠിക്കുന്നത് സീറോ മെട്രിക്സ് ആണ് കേട്ടോ. ആദ്യമേ അങ്ങ് തുടങ്ങിയേക്കാം, സീറോ അല്ലേ? സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മെട്രിക്സ് എഴുതുമ്പോൾ അതിനുള്ളിലുള്ള നമ്പേഴ്സുകൾ എല്ലാം പൂജ്യമായ മതി, സീറോസ് അത്രയേ ഉള്ളൂ കേട്ടോ. ഓൾ ദ മെമ്പേഴ്സ് of a matrix are zeros. That matrix is called a zero matrix. 0 0 0 0 0 0 അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് എന്ത്? സീറോ മെട്രിക്സ്. ഇതിനെ നമുക്ക് തന്നെ ഇങ്ങനെ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ ഓവലായിട്ട് ഇച്ചിരി ബോൾഡ് ആയിട്ട് ഇട്ടാലും സീറോ മെട്രിക്സിനുള്ള നൊട്ടേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ് സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ഏത് ഓർഡർ, എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാൽ? റോയും കോളവും. ഒരു മെട്രിക്സിന് എത്ര റോ ഉണ്ട് എത്ര കോളം ഉണ്ടെന്ന് എഴുതുന്നതിനെയാണ് ഓർഡർ. ഈ മെട്രിക്സിന് നോക്കിക്കേ, 1 2 റോ 2 എണ്ണമാണേ, 2 എണ്ണം. കോളം നോക്കിയാൽ 1 2 3, പിന്നെ കോളം 3. ഓർഡർ ഇസ് 2/3. അത്രയേ ഉള്ളൂ. ഇപ്പോഴും ഓർഡർ എഴുതുമ്പോൾ ആദ്യത്തെ നമ്പർ റോയുടെ ആയിരിക്കണം, രണ്ടാമത്തെ നമ്പർ കോളത്തിന്റെ ആയിരിക്കണം, തിരിച്ചാകരുത് കേട്ടോ. എപ്പോഴും റോ 1 2 2 2 1 2 3 3 കേട്ടല്ലോ. അപ്പൊ m/n എന്നാണ് നമ്മുടെ മെട്രിക്സിന്റെ ഓർഡറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. m/n, where m is the number of rows and n is the number of columns. അതാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എപ്പോഴും റോ ആയിരിക്കും, ഇയാൾ റോ ആയിരിക്കും, ഇയാൾ ആരായിരിക്കും? കോളം. അപ്പം ഒരു മെട്രിക്സിനുള്ളിലുള്ള ഫുൾ മെമ്പേഴ്സ് ഞാനിപ്പോ വേറെ എഴുതി 2 0 0 0 0 2/2 ഇത് മുഴുവൻ സീറോ സെറ്റ് മോനെ. അതുകൊണ്ട് ഇയാളെ നമുക്ക് ആരെന്ന് വിളിക്കാം? സീറോ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ സീറോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിനുള്ളിലുള്ള മുഴുവൻ മെമ്പേഴ്സും പൂജ്യമാകുമ്പോൾ വിളിക്കുന്ന പേരാണെന്ത്? സീറോ മെട്രിക്സ്. ഓക്കെ, നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്നത് റെക്ടാങ്കുലർ മെട്രിക്സ് ആണ് കേട്ടോ. റെക്ടാങ്കിൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ റെക്ടാങ്കിൾ? ഒരു ലെങ്തും ബ്രെഡ്ത്തും ഡിഫറെന്റ് ആവുന്ന 4 സൈഡുള്ള ഫിഗർ ആണ്. അതാണ് റെക്ടാങ്കിൾ. എല്ലാ ആംഗിൾസും 90 ഡിഗ്രി. അപ്പൊ ഇവിടെ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും ഇപ്പൊ ഇങ്ങനെ നോക്കിക്കേ, ഇത് 3 ഇത് 2. ഇതൊരു റെക്ടാങ്കിൾ ആണെന്ന് പറയും. എന്തുകൊണ്ടാണ്? നീളം 3 വീതി 2 അല്ലേ? പക്ഷേ ഇത് 2 ഈക്വൽ ആണെങ്കിൽ നമുക്ക് സാധാരണ ഇതിനെ റെക്ടാങ്കിൾ എന്നാണ് വിളിക്കുന്നത്, അതിനെ സ്ക്വയർ എന്ന് വിളിക്കും അല്ലേ? അപ്പൊ ഇവിടെ റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോയും കോളവും ഡിഫറെന്റ് ആവുന്ന മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ മെട്രിക്സ്. അത്രയേ ഉള്ളൂ മോനെ. റോയും കോളും ഈക്വൽ അല്ല, അത്രേ ഉള്ളൂ. റോയും കോളും ഈക്വൽ അല്ലാത്തതെന്ന് പറയുമ്പോൾ 2. ഇതൊരു റെക്ടാങ്കുലർ മെട്രിക്സ് നോക്കിയാണ്. എക്സാമ്പിൾ ഞാൻ കാണിക്കാം. 1 2 3 0 5 4. ഇത് എത്ര റോ ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ 1 2 അല്ലേ? അപ്പൊ 2 1 2 3 കോളം. അപ്പൊ നോക്കിക്കേ, റോയും കോളും ഡിഫറെന്റ്. റോയും കോളും ഡിഫറെന്റ് ആവുന്ന മെട്രിക്സുകളെ വിളിക്കുന്ന റെക്ടാങ്കിളും, അങ്ങനെയാണ് റോയും കോളും ഈക്വൽ ആവുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേര് സ്ക്വയർ മെട്രിക്സ്. അത്രേ ഉള്ളൂ. സ്ക്വയർ മെട്രിക്സ് അല്ലെ? സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. 1 1 3 0 2 5 -1 1 0. ഇതിന് എത്ര റോ ഉണ്ടോ? 1 ഇത് 2 ഇത് 3 റോ.
1 2 3 കോളം. therefore order is 3/3 റോ ആൻഡ് കോളം രണ്ടും എന്താണ് ഈക്വൽ ആണ് അല്ലേ. അപ്പൊ രണ്ട് ഈക്വൽ ആവുന്ന മെട്രിക്സുകളെ വിളിക്കുന്ന പേര് സ്ക്വയർ മെട്രിക്സ്. അപ്പൊ ഇതിനെ നമുക്ക് ആരെന്ന് വിളിക്കാം? സ്ക്വയർ മെട്രിക്സ് എന്ന് വിളിക്കാം. അപ്പം റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോയും കോളം ഡിഫറെന്റ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ റോയും കോളം എന്താണ്? ഈക്വൽ. അത് ഏത് ഓർഡർ വരാം. ഇതൊരു 3/3 സ്ക്വയർ മെട്രിക്സ് ആണ്. ഒരു 2/2 2/2 കണ്ടോണ്ട് ഇതൊരു 2/2 സ്ക്വയർ മെട്രിക്സ് ആണ് കേട്ടോ. 1 - 1 0 5. നോക്കിയേ, ഇതിന് എത്ര വേണ്ട? 1 2 കോളം നോക്കിയാൽ 1 2. അപ്പൊ 2/2 കേട്ടോ. അപ്പൊ ഇതിന്റെ റോയിങ് കോളം എന്താ മക്കളെ? ഈക്വൽ ആണ്. അപ്പൊ റോയിങ് കോളം ഈക്വൽ ആണെങ്കിൽ അതെന്താണ്? സ്ക്വയർ. റോയിങ് കോളം ഡിഫറെന്റ് ആണെങ്കിൽ റെക്ടാങ്കിൾ. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 3 പേരെ പഠിച്ചു. ഒന്നാമത് പഠിച്ച സീറോ മെട്രിക്സ്, രണ്ടാമത് പഠിച്ച റെക്ടാങ്കുലർ മെട്രിക്സ്. ഇതൊക്കെ റെക്ടാങ്കുലർ മെട്രിക്സ് ആണ്. ഇതെന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ 3 പേരെ കുറിച്ചും വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇനി 4ാമത് പഠിക്കാൻ പോകുന്നതാണ്, എളുപ്പം കേട്ടോണം, റോ മെട്രിക്സ് എന്നാണ് പേര് കേട്ടോ. റോ മെട്രിക്സ്. രണ്ടാമത് കോളം മെട്രിക്സ്. ഇത് രണ്ടുമാണ് നമുക്ക് അടുപ്പിച്ച് പഠിക്കേണ്ട 2 കാര്യങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗമുണ്ട്. ഇവൻ വന്ന ശല്യം കേട്ടോ, പ്രശ്നക്കാരനാണ്. കാണുമ്പോൾ ഇച്ചിരി ഉള്ളുവെങ്കിലും പ്രശ്നക്കാരനാണ്. നോക്കിയാണേ, റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നോക്കിയാണേ 5 6 -1 7. മോനെ ഒറ്റ റോ. ഇനി റോ ഇല്ല, ഒറ്റ റോ ഉള്ളൂ. അപ്പൊ ഈ മെട്രിക്സ് ഹാസ് ഓൺലി 1 റോ ഈസ് കോൾഡ് റോ മെട്രിക്സ്. ഓക്കെ, ഇതാണേ. അപ്പൊ ഇതിന്റെ ഓർഡർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ റോ. കോളം നോക്കിയാൽ 1 2 3 4 1/4. അപ്പൊ ഇതാണ് അതിന്റെ ഓർഡർ കണ്ടോ. അപ്പോൾ 1 റോയുടെ എണ്ണം 1. കോളം എത്ര ആയാലും പ്രശ്നമില്ല. 1/4 ആണേലും 1/3 ആണേലും 1/2 ആണേലും അതൊരു റോ മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ റോ. തന്നെ വേറെ നോക്കിക്കേ, 4 0 7. ഇതിന് എത്ര റോ എന്ന് നോക്കിയാൽ ഒറ്റ റോ ഉണ്ടോ. ഇനി റോ വരയ്ക്കാനില്ല. പക്ഷെ കോളം നോക്കിയാൽ 1 2 3 1/3. ഓക്കെ, 1/3. അപ്പോൾ റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ റോ, എത്ര കോളം ആണേലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ കോളം മെട്രിക്സ് അപ്പൊ എന്തായിരിക്കും? ഒരു മെട്രിക്സിന് ഒറ്റ കോളം. ഒരു മെട്രിക്സിന് ഒറ്റ കോളം വന്നാൽ ദാറ്റ്സ് കോൾഡ് കോളം മെട്രിക്സ്. അതിങ്ങനെ നോക്കിയാണേ 4 0 5. ഇതിന് നോക്കിക്കേ 1 2 3 റോ ഉണ്ട്, ഒറ്റ കോളേ ഉള്ളൂ. ഇനി കോളം വരയ്ക്കാനില്ല. therefore this is 3/1 മെട്രിക്സ് അല്ലേ. 3/1 കോളം 1. കോളം 1 ആവുന്ന മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണെന്ത്? കോളം മെട്രിക്സ്. വേറെ നോക്കിക്കേ, ഇത് ഇഷ്ടം പോലൊക്കെ വരയ്ക്കാം കേട്ടോ. 0 5 2 7 8. എത്ര റോ ഉണ്ട്? 1 2 3 4 5 റോ ഉണ്ട്, ഒറ്റ കോളം ഉള്ളൂ. therefore order is 5/1 ഉണ്ടോ. അപ്പൊ 5/1. അപ്പൊ റോയും കോളവും, റോ മെട്രിക്സും കോളം മെട്രിക്സിന്റെ പ്രത്യേകത, റോ മെട്രിക്സ് അയക്കാൻ ഒറ്റ റോ, കോളം മെട്രിക്സ് അയക്കാൻ ഒറ്റ കോളം. അപ്പൊ നമ്മള് ഇതിന്റെ ഏകദേശം നമ്മൾ 5 പേരെ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. നമുക്കിനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 പേരുണ്ട്. ഇനിയുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, നമ്മുടെ എക്സാമിന് ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ, അതിനകത്ത് അടുത്തതാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. എവിടെ ഡയഗണൽ നമ്മളിങ്ങനെ കേൾക്കാറുള്ളത്? നമ്മളൊരു സ്ക്വയർ വരയ്ക്കുമ്പോൾ, റെക്ടാങ്കിൾ ഒക്കെ വരയ്ക്കുമ്പോൾ ഡയഗണൽ വരയ്ക്കില്ല, കോണോട് കോൺ വരയ്ക്കും അല്ലേ. രണ്ടുപോലെ ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡയഗണൽ ഉണ്ട്. ഇതൊരു ഡയഗണൽ ആണ്, ഇതും ഒരു എന്താണ്? ഒരു ഡയഗണൽ ആണ് അല്ലേ. അങ്ങനെ 2 ഡയഗണൽസ് ഉണ്ട്. ഇവിടെ നമ്മളൊരു മെട്രിക്സ് വരയ്ക്കുന്നു. ഒരു മെട്രിക്സ് ആണ് ഇത്. സ്ക്വയർ മെട്രിക്സ് ആണ് കേട്ടോ. സ്ക്വയർ മെട്രിക്സ്. ഈ സ്ക്വയർ മെട്രിക്സിനുള്ളിൽ ഇപ്പൊ ഇതൊരു 3/3 എന്ന് വിചാരിച്ചു. 3/3 എന്ന് പറയുമ്പോൾ എത്ര എലിമെന്റ്സ് ആണ്? 9 എലിമെന്റ്സ് അല്ലേ. ഇവിടെ നമുക്ക് ഡയഗണൽ എന്ന് പറയാൻ ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പൊ 2 ഡയഗണൽ ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് മെയിൻ ഡയഗണൽ. ഇങ്ങനെയുള്ളതാണ് മെയിൻ ഡയഗണൽ. ഓക്കെ, ഇവിടുത്തെ പൊസിഷൻസ് ഒക്കെ ഞാൻ ചുമ്മാ ഒന്ന് കാണിക്കാം. ഇങ്ങനെയാണ് 9 പേര് വരുന്നത്. ശരിയല്ലോ, 9 പേരെ. ഈ 9 പേരിൽ ഈ മെയിൻ ഡയഗണലുണ്ട് ഈ 3 പേരാണ്. ഇതാണ് മെയിൻ ഡയഗണൽ. കണ്ടല്ലോ എല്ലാവരും, ഈ 3 പേരാണ് മെയിൻ ഡയഗണൽ. ഈ മെയിൻ ഡയഗണൽ എല്ലാം നോൺ സീറോസ് വരണം. ഓക്കെ, മെയിൻ ഡയഗണൽ എല്ലാം നോൺ സീറോ. അപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ, ഇൻ എ സ്ക്വയർ മെട്രിക്സ് all the diagonal elements are non-zeros and other elements are zeros is called a diagonal matrix. എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ല. ഇപ്പൊ ഇവിടെ ഇപ്പോൾ 5, ഇവിടെ 2, ഇവിടെ 7. കണ്ടല്ലോ മോനെ, ഇതാണ് ഈ മെയിൻ ഡയഗണൽ മുഴുവൻ എന്താ മോനെ? നോൺ സീറോസ് ആണ് മോനെ. മറ്റുള്ളതെല്ലാം 0 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 തീർന്നു. അപ്പൊ ഇതാണ് കേട്ടോ. അപ്പൊ എല്ലാ അപ്പൊ നമുക്ക് മെയിൻ ഡയഗണൽ എല്ലാം നോൺ സീറോസ് ആണ്. അതർ എലിമെന്റ്സ് ഓഫ് സീറോസ് ഈസ് കോൾഡ് എ ഡയഗണൽ മെട്രിക്സ്. അപ്പൊ ഡയഗണൽ മെട്രിക്സ് എന്ന് കേട്ടാൽ ഈ ഡയഗണൽ മാത്രം 0 വരരുത്, മറ്റുള്ളവർ അപ്പുറം ഇപ്പുറം എല്ലാം 0 ആയിരിക്കണം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡയഗണൽ മെട്രിക്സ്. അപ്പൊ ഇതൊരു 3/3 ആണ്.
അപ്പൊ ഇനി ഒരു 2/2 എഴുതാൻ ചോദിച്ചാൽ എങ്ങനെ ആയിരിക്കും? 2/2 ഇതാണ് എന്റെ. അപ്പൊ 4 പേരേ ഉള്ളൂ, 1 2 3 4. അപ്പൊ ഈ 2 പേർ 5 7 ഇത് രണ്ടും എന്തായിരിക്കണം? സീറോസ്. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടല്ലോ നോൺ സീറോസ്, അതിന് മറ്റുള്ള രണ്ടുപേരും സീറോസ്. അപ്പൊ ഇതാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പൊ ഡയഗണൽ മെട്രിക്സിനെയും ഇനി നിങ്ങൾക്ക് ഉറപ്പിച്ച് ക്ലിയർ ആയി. നെക്സ്റ്റ് നമുക്ക് വരുന്നതാണ് സ്കേലാർ മെട്രിക്സ് കേട്ടോ. സ്കേലാർ മെട്രിക്സ്. സ്കേലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ മെട്രിക്സിലെ ചെറിയൊരു മോഡിഫൈ ചെയ്ത് വരുന്നതാണ് സ്കേലാർ മെട്രിക്സ്. എന്താണ് മോഡിഫിക്കേഷൻ എന്ന് കേട്ടോ. ഞാൻ പിന്നെയും ഒരു സ്ക്വയർ മെട്രിക്സ് ഒരു 3/3 ആണ് കാണിക്കുന്നത്. ഈ 3/3ക്കുള്ളിൽ 9 പേർ 1 2 3 4 5 6 7 8 9. ഓക്കെ, ഈ 9 പേരിൽ ഈ 3 പേർ എന്തായിരിക്കണം? നോൺ സീറോസ് ആയിരിക്കണം. ഇവിടെ ഡയഗണൽ അല്ലേ. മറ്റൊരു പ്രത്യേകം കൂടെ ചേരുമ്പോഴാണ് സ്കേലാർ ആവുന്നത്. ഞാൻ എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ നോക്കണേ. 5 5 5 0 0 0 0 0 0. എന്താ പ്രത്യേകത? എന്താ ഞാനിപ്പോ എഴുതി? വേറെ നമ്മുടെ ഞാനൊന്ന് കാണിക്കാം. വേറെ എക്സാമ്പിൾ നോക്കിക്കോ. 4 4 4 0 0 0 0 0 0. ഇത് നോക്കിക്കേ, എന്താ പ്രത്യേകത? ഈ രണ്ടെണ്ണത്തിൽ എന്താ പ്രത്യേകത നോക്കിയേ. ഇതും ഡയമീറ്റേഴ്സ്, ഇതും ഡയമീറ്റേഴ്സ്, ഇതൊക്കെ ഡയമീറ്റേഴ്സ്. പക്ഷെ ഈ രണ്ട് ഡയമീറ്റേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ആ ഡയഗണൽ എലിമെന്റ്സുകളെല്ലാം സെയിം നമ്പർ ആയിരിക്കണം. അതാണ് കേട്ടോ. ഡയഗണൽ എലിമെന്റ്സുകളെല്ലാം സെയിം നമ്പർ ആയിരിക്കണം, നോൺ സീറോ ആയിരിക്കണം. ഇവിടെ കണ്ടോ, ഇതെല്ലാം സെയിം ആയിട്ടുള്ള ഒരു നോൺ സീറോ നമ്പറാണ്, മറ്റുള്ള എല്ലാം സീറോസുകൾ. അപ്പൊ എന്താണ് സ്കേലാർ മെട്രിക്സിന്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ ഇന്നേ ഡയഗണൽ മെട്രിക്സ്, ഇന്നേ ഡയമീറ്റേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഇന്നേ സ്ക്വയർ മെട്രിക്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇച്ചിരി നന്നായിട്ട് പറഞ്ഞാൽ ഇന്നേ സ്ക്വയർ മെട്രിക്സ് ഓൾ ദ ഡയഗണൽ എലിമെന്റ്സ് ആർ സെയിം നമ്പർ. എന്താണ്? സെയിം നമ്പർ ആൻഡ് അതർ എലിമെന്റ്സ് ആർ സീറോസ്. മറ്റുള്ളതെല്ലാം സീറോസ് ആയിരിക്കണം. ഇത് നോൺ സീറോയും ഇതെന്തായിരിക്കണം? സെയിം നമ്പറുമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോഴാണ് അതിനെ നമ്മൾ ആരെന്ന് വിളിക്കുന്നത്? സ്കേലാർ മെട്രിക്സ്. അപ്പൊ സ്കേലാർ മെട്രിക്സിനെ കുറിച്ച് കേട്ടു. നിങ്ങൾക്ക് 2 എക്സാമ്പിൾ ആയിട്ട് ഒരു 2/2 എഴുതാൻ ചോദിച്ചാൽ ഇത്ര ഇവിടെ 2/2 കേട്ടോ. 2/2 വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 ഇവിടെ 3 എത്ര ഉള്ളൂ? സെയിം നമ്പർ ഇവിടെ വരണം, നോൺ സീറോ ആയിരിക്കണം. ഇത് രണ്ടും ബാക്കിയുള്ളത് 0 ആയിരിക്കണം. അപ്പൊ ഇതൊരു സ്കേലാർ മെട്രിക്സ് ആണ്. അപ്പൊ എന്താണ് സ്കേലാർ മെട്രിക്സ് എന്ന് കേട്ടു, എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്ന് കേട്ടു. മനസ്സിലാവുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്. മാക്സിമം മക്കളെ ഇത് നിങ്ങളുടെ പറ്റുന്നവർക്ക് തോന്നുന്നെങ്കിൽ, നമുക്ക് ഇതെല്ലാം പറയുന്നതുകൊണ്ട് ചെയ്യണം നിർബന്ധമില്ല, പക്ഷെ ചെയ്യാൻ തോന്നുന്നവർക്ക് ഇതൊരു പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ് ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ഒരാളോട്ട് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. നമ്മൾ ലാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരെണ്ണമാണ് യൂണിറ്റ് മെട്രിക്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. യൂണിറ്റ് മെട്രിക്സ് ഓർ മറ്റൊരു പേരുണ്ട് ഐഡന്റിറ്റി മെട്രിക്സ്, ഇങ്ങനെയും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ഓർ യൂണിറ്റ് മെട്രിക്സ് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. എന്താണ് യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ്? നമുക്ക് എക്സാമിന് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ യൂണിറ്റ് മെട്രിക്സ്. നമ്മുടെ ഇതിൽ നിന്നും ചെറിയൊരു മോഡിഫിക്കേഷൻ വരുന്നു മാത്രം. എന്താണ് മോഡിഫിക്കേഷൻ നോക്കിക്കേ. നമ്മളിപ്പോ സ്കേലാർ മെട്രിക്സ് പറഞ്ഞു അല്ലെ, ഇതൊരു സ്കേലാർ മെട്രിക്സ് ആണ്, ഇതൊരു സ്കേലാർ മെട്രിക്സ് ആണ്. ഞാൻ 9 എലിമെന്റ്സ് പിന്നെയും വരയ്ക്കുകയാണ്. 9 എലിമെന്റ്സ് ആണ് കേട്ടോ. ഇതിനുള്ളിലെല്ലാം ഇതാണ് നമ്മുടെ മെയിൻ ഡയഗണൽ. മെയിൻ ഡയഗണൽ എല്ലാം 1 വരണം, അത്രേ ഉള്ളൂ. ഇതെല്ലാം 1 വരണം, ഇതെല്ലാം 1 വരണം. വേറെ നമ്പർ വന്നാൽ യൂണിറ്റ് അല്ലേ, യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1. ഓക്കെ, മറ്റുള്ള എല്ലാം സീറോസ് വരണം, അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ ഇതാണ് യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ്. എന്താ എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ കൂടെ നമുക്ക് ഡെഫിനേഷൻ പറയാം. ഇന്നേ സ്കേലാർ മെട്രിക്സ്, അല്ലെങ്കിൽ ഇന്നേ ഡയഗണൽ മെട്രിക്സ്, അല്ലെങ്കിൽ ഇന്നേ സ്ക്വയർ മെട്രിക്സ്. ഞാനിപ്പോൾ ഡയഗണൽ മെട്രിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്നേ ഡയഗണൽ മെട്രിക്സ് ഓൾ ദ ഡയഗണൽ എലിമെന്റ്സ് ആർ യൂണിറ്റി ഓർ 1 ആൻഡ് അതർ എലിമെന്റ്സ് ആർ സീറോസ് ഈസ് കോൾഡ് എ യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പൊ ഇതിന് നമ്മൾ ജനറൽ ആയിട്ട് വിളിക്കുന്ന ഒരു പേരുണ്ട് മോനെ, ഐ സഫിക്സിൽ എൻ. ഐ എൻ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഓർഡർ എന്നാണ്, ഏത് ഓർഡർ. അപ്പൊ ഇത് നോക്കിക്കേ, 3 റോയും 3 കോളമാണ്. ഇത് നമുക്ക് I3 ആണ് കേട്ടോ. I3 3/3 ആയതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്നത് I3 എന്നാണ്. അപ്പൊ I3 ഇനി എവിടെയെങ്കിലും കേട്ടാൽ എന്താണ്? യൂണിറ്റ് മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ I2 എന്തായിരിക്കും? ഓർഡർ 2-ലുള്ളതാണ്. ഓർഡർ 2-ലുള്ളപ്പോൾ 1 1 0 0. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്നത് 1 0 0 1 I2. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിച്ച് വെച്ചേക്കണം. I2 എന്ന് പറഞ്ഞാൽ 1 0 0 1, I3 എന്ന് പറഞ്ഞാൽ 1 0 0 0 1 0 0 0 1.
ഓക്കെ, I3 എന്ന് പറഞ്ഞാൽ 100, 010, 001, I2 10, 01 അത്രേ ഉള്ളൂ. അപ്പൊ നല്ല ഫാസ്റ്റ് ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. ഇതാ മാത്സ് എന്ന് പറഞ്ഞാൽ. അല്ലാതെ വളരെ സ്ലോ ആവും ചെയ്തെടുക്കുന്നുണ്ട് കാര്യമില്ല. നമുക്ക് വേണ്ടത് ഫാസ്റ്റും നല്ല മാത്സ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ അതിന്റെ ഒരു സ്കിൽ എന്ന് പറയാൻ. ആ രീതിയിൽ കൂടെ തന്നെ അവനെ നമ്മൾ അറിഞ്ഞു പഠിക്കണം. അറിഞ്ഞു പഠിച്ചെങ്കിലേ മാത്സ് നമ്മളെ എത്തിപ്പെടുത്തുള്ളൂ. അത് എത്തിപ്പെട്ടാൽ പിന്നെ നമ്മളെ ജയിക്കാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയും ജയിക്കാൻ പറ്റും. ആരും വന്ന് നമ്മളെ ഇങ്ങോട്ട് വന്ന് ഒന്നും ആക്കില്ല കേട്ടോ. അപ്പൊ അതിനുള്ള ഒരു കഴിവൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഡെഫിനിഷൻസുകളാണ് നമ്മൾ പഠിച്ചത്. ഇതൊക്കെ നല്ലതായിട്ട് തോന്നിയാൽ കുഴപ്പമില്ലല്ലേ, മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യാം. താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 1 ഇയർ ഇത്രയും മാത്രം, വേറെ ഒന്നുമേ ഇല്ല. ഓക്കെ, ഇത്രയും മാത്രം എല്ലാ കാര്യങ്ങളും കിട്ടും നിങ്ങൾക്ക്. A to Z എല്ലാം പഠിക്കേണ്ടത് കിട്ടിയിരിക്കും. ഫുൾ കാര്യങ്ങളാണ് കിട്ടുന്നത് കേട്ടോ. ഫുൾ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കേണ്ട ക്ലാസ്സുകളെല്ലാം കിട്ടും. നിങ്ങൾക്ക് വേണ്ട നോട്ട്സുകളെല്ലാം തരും. പിന്നെ നിങ്ങൾക്ക് ഓരോ എക്സാമിനും വേണ്ട സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ തരും. പിന്നെ പബ്ലിക് എക്സാം ആകുമ്പോൾ, ബോർഡ് എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ പാക്കേജ് തരും. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ഓരോ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ തരും കേട്ടോ. 2 6 മാർക്സ് ഏതാണ്, 4 മാർക്സ് ഏതാണ്, കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നും തരും. നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തേക്ക് നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. ഇതേപോലെ ക്ലാസ് ഇനിയും ഉടൻ തന്നെ വരും. എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകൾ മാക്സിമം ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.